ഇതുപോലെ ധൂമനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഫ്യൂമിഗേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളിപ്പോ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് ഷെഡ് ഉള്ളവരുണ്ടാവും. അങ്ങനെ അതൊക്കെയാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ചെയ്യുക. ഗ്രീൻ നെറ്റ് കൊണ്ട് ഉപയോഗിച്ചുള്ള ഷെഡിലൊക്കെയാണ് ചെയ്യുക. നമ്മളുടെ ഇവിടെ ഉണ്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ എന്താണ് 3 ലെയർ ഗ്രീൻ നെറ്റ് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടുള്ള ഷെഡാണ് നമ്മുടെ ഉള്ളത്. 250 ബെഡൊക്കെ തൂക്കാൻ പറ്റും. ഏകദേശം നമ്മൾ ചെയ്ത് 4 വർഷം മുമ്പാണ് ചെയ്തത്. 25,000 രൂപയൊക്കെയാണ് ചിലവ് വരുന്നത്. നിങ്ങൾ 1000-1500 ബെഡൊക്കെ തൂക്കുകയാണെങ്കിൽ 1 ലക്ഷമൊക്കെ ചിലവ് വരും. അപ്പോൾ അത് നമുക്ക് എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ സെപ്പറേറ്റ് ഷെഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വീടുകളിലൊക്കെ വേറെ വീടിൻ്റെ ഉള്ളിലത്തെ റൂമിൽ ചെയ്യുകയാണെങ്കിൽ ഫ്യൂമിഗേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഫോർമാലിൻ്റെ ഒക്കെ സ്മെല്ല് ഭയങ്കര കണ്ടിച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് അലർജി ഉള്ളവരുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട 2 സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് അത് ആദ്യം പറയേണ്ടതെന്ന് വെച്ചാല് നമ്മള് ഈ എന്താണ് ഇപ്പൊ അന്തരീക്ഷത്തിൽ തന്നെ ഒരുപാട് ഇതിന്റെ സ്പോറുകൾ ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ചായയൊക്കെ കുടിച്ച് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ട്രൈക്കോഡർമ വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അന്തരീക്ഷത്തിൽ മൊത്തം അതിന്റെ സ്പോറുകളുണ്ട്. അപ്പൊ നമ്മൾ സ്പ്രേ കൊടുക്കാൻ പറ്റില്ല അല്ലെ. ഇത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോ എന്ന് വെച്ചിട്ട് സ്പ്രേ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ അന്തരീക്ഷത്തിലുള്ള ആ കുമിളുകളുടെ വിത്തുകളെയൊക്കെ നശിപ്പിക്കാനാണ് നമ്മൾ ഈ ഫ്യൂമിഗേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ട 2 സംഭവങ്ങളാണ് ഈ ഫോർമാലിനും പൊട്ടാസ്യം പെർമാംഗനേറ്റും. സമയം ഉണ്ടെങ്കിൽ നമുക്ക് താഴത്തെ ഷെഡിൽ ചെയ്ത് കാണിച്ചു തരാം. ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ആദ്യം ഒരു ചിരട്ടയിലോ കുഞ്ഞൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലോ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് 10 ഗ്രാം എടുക്കുക. 10 ഗ്രാം എന്ന് പറഞ്ഞാല് 2 ടീസ്പൂൺ ആണ്. 2 ടീസ്പൂൺ നിങ്ങൾക്ക് കറക്റ്റ് അളവെന്ന് കിട്ടുന്നെങ്കിൽ 2 ടീസ്പൂണിൽ എടുക്കുക. എന്നിട്ട് അത് മുങ്ങുന്ന രീതിയിൽ നമ്മൾ ഫോർമാലിൻ ഒഴിക്കുക. 20 മില്ലി എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി നമ്മൾ ഫോർമാലിൻ ഒഴിക്കുക. ഫോർമാലിൻ എഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇത് പുക വന്നു തുടങ്ങും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യേണ്ട. ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഫോർമാലിൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു റൂമിലൊക്കെ ആണെങ്കിൽ നമുക്ക് 4 സൈഡിലായിട്ട് വെക്കേണ്ടിയൊക്കെ വരും. ചിലപ്പോൾ ഭയങ്കര കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് കണ്ടാമിനേഷൻ വന്നെങ്കിൽ ഒരു 7-8 പാത്രങ്ങളിലായിട്ട് വെക്കേണ്ടി വരും. നമ്മളുടെ ഇതനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ഈ ധൂമനം ഫ്യൂമിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുമിളുകളുടെ സ്പോർ നശിപ്പിക്കാനാണ് നമ്മളത് ചെയ്തിട്ട് ഇത് പുക വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഒരു 1/2 മണിക്കൂറിൽ ഫുള്ള് നിറയും. നമ്മളിത് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫുള്ള് ജനലും വാതിലും എല്ലാ ദ്വാരങ്ങളും അടയ്ക്കണം. അല്ലെങ്കിൽ മൊത്തം ഇതവിടെ തങ്ങി നിൽക്കണം. ഒരു ദിവസം ഫുള്ള് തങ്ങി നിൽക്കണം. എന്നിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ തുറന്നിടുക. ജനലും വാതിലും ജനലിന് തന്നെ നെറ്റ് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ജനൽ തുറന്നിടുമ്പോൾ എന്താണ് ഈ കീടങ്ങൾ അകത്ത് വരും. ജനലിനിപ്പോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ മോസ്കിറ്റോ നെറ്റ് ഒക്കെ ഈ ഒട്ടിച്ച് വെക്കുന്ന രീതിയിലൊക്കെ ഉള്ളതൊക്കെ മേടിക്കാൻ കിട്ടും. അതും മേടിച്ച് ഒട്ടിച്ചാലും മതി. അപ്പോൾ ജനൽ തുറന്നിടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു കീടങ്ങൾ വരാതിരിക്കുന്ന രീതിയിലൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഒരു ദിവസമാണ് തുറന്നിടാൻ പറയുന്നത്. ചില സമയത്ത് നല്ല സ്ട്രോങ് ഫോർമാലിനൊക്കെ ആണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലും 1 ദിവസം കഴിഞ്ഞാലും നമുക്ക് അതിന് കയറുമ്പോൾ കണ്ണിന്റെ നീറ്റിൽ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൂടെ തുറന്നിടണം. അല്ലെങ്കിൽ എന്താണ് ഈ ഫോർമാലിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കൂണിത്തെ കുമിള് വളരില്ല. ഇത് എല്ലാ കുമിളിന്റെയും വളർച്ചയെ ഇത് ബാധിക്കും. അപ്പോൾ ഫോർമാലിന്റെ അംശം അന്തരീക്ഷത്തിൽ നിന്ന് പോയിട്ട് നമ്മൾ പുതിയ ബെഡ് തൂക്കാം, അല്ലെങ്കിൽ അത് കെട്ടുപോകും. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു ദിവസം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫോർമാലിൻ ഉപയോഗിച്ചിട്ട് ധൂമനം ചെയ്യുക. എന്നിട്ട് ഒരു ദിവസം ഫുള്ള് അടച്ചിടുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ തുറന്നിടുക. വേണമെങ്കിൽ ചിലപ്പോൾ 2 ദിവസം തുറന്നിടുന്നതിന് 3-ാമത്തെ ദിവസം നമ്മൾ 4-ാമത്തെ ദിവസം നമ്മൾ പുതിയ ബെഡുകൾ കയറ്റിയാൽ മതി. ഇത് സാധാരണ എല്ലാ സാരിക്കൊന്നും ചെയ്തിട്ട് പ്രശ്നം വന്നിട്ടില്ലല്ലോ. ഫ്യൂമിഗേഷൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. ചെയ്യാറുണ്ടോ? കീടത്തിന്റെ അതായത് ഈ ബെഡിൽ വന്ന് മുട്ടയിടുന്ന ഒരു കറുത്ത പ്രാണിയുണ്ട്. ആ കറുത്ത പ്രാണി വന്ന് മുട്ടയിടുന്നെങ്കിൽ അതിന് പുഴുക്കളുണ്ട്. ഫോറിഡുകൾ എന്ന് പറയാ, വെളുത്ത പുഴുക്കൾ. അത് കൂടിന്റെ തന്തുക്കൾ തിന്നും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുന്തിരിക്കം പുകയ്ക്കാൻ പറയുന്നത്. കുന്തിരിക്കം പുകയ്ക്കാം വേപ്പെണ്ണ തെളിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കീടത്തിന് അത് അകറ്റും. അപ്പൊ കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ എന്താണ് ബെഡുള്ളപ്പോഴും കുന്തിരിക്കം പുകച്ചാൽ കുഴപ്പമൊന്നുമില്ല. ആഴ്ചയിൽ ഒരിക്കലും നമുക്കത് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം, ഈ കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ നമ്മള് വാതില് നെറ്റുള്ള ജനലാണെങ്കിൽ എന്താണ്
ഈ പ്രാണി നമ്മുടെ ഷെഡിലുണ്ടെങ്കിൽ അത് പോകണം, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നെറ്റുള്ള പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ടാലും മതി. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് വാതിൽ തുറന്നിടണം. എന്നാൽ മാത്രമാണ് ഈ പ്രാണിക്ക് അകത്ത് ഷെഡിനകത്ത് പ്രാണി ഉണ്ടെങ്കിൽ അതിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർമാലിൻ വെച്ച് ഫ്യൂമിഗേഷൻ ചെയ്യുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് അടച്ചിടണം. കുന്തിരിക്കും വേപ്പിനൊക്കെ കീടത്തെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുമ്പോൾ നമ്മൾ ജനലും വാതിലും തുറന്നിട്ട്, ജനലിൽ തുറക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള നെറ്റിന്റെ ഒക്കെ ആണെങ്കിൽ തുറന്നിടാൻ പറ്റില്ല, വാതിലെങ്കിലും തുറന്നിടാം. അപ്പൊ ഏത് ഇതാ പറ്റുന്നെങ്കിൽ അതുവഴി കീടം പോയിക്കോളും. ആ രീതിയിൽ നമ്മൾ ചെയ്യണം. ഈ പുൽത്തൈലൊക്കെ ഭയങ്കര സ്ട്രോങ് ശല്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പുൽത്തൈലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാവും. അത് മാക്സിമം ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം ശരിയായ രീതിയിലുള്ളത് ആദ്യം പറഞ്ഞുതരാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഹൈടെക് ഒക്കെ ചെയ്യുന്നവരിപ്പോ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഒറ്റ ഇതിലാണ്. അപ്പോ എന്താണ് ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോർമലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു അതിന്റെ കൂണിന്റെ വളർച്ച ഘട്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ റൂം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ സാധാരണ പറയുന്നത് ഇതിനെ സ്പോണിന് വളരാൻ വേണ്ടിയിട്ട് ഒരു ഇരുട്ടുമുറി വേണം. പിന്നെ ഇത് സാധാരണ ഇത് തൂക്കിടും, ബെഡ് തൂക്കിടുന്ന വിളവെടുപ്പൊക്കെ നടത്തുന്ന നമ്മൾ വേറൊരു മുറിയും കൂടിയാണ് സാധാരണ പറയാറ്. അപ്പോ ഇതില് നമുക്കറിയാം ഒരു ഈ കൂണിന്റെ വളർച്ചയുണ്ടല്ലോ, ആദ്യത്തെ അതിന്റെ തന്തുക്കൾ വളരുന്ന ഒരു ഘട്ടമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഈ സ്പോൺ ബ്രെൻഡിങ് എന്നത്. കാണാമല്ലോ അല്ലെ, അതിന്റെ സ്പോൺ ബ്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘട്ടമാണ്. അപ്പൊ അത് ഇങ്ങനെയാണ് വരിക. കണ്ടോ, ഇതുപോലെ ഈ വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പടർന്ന് വരുന്ന ഘട്ടമാണ്, അത് സ്പോൺ ബ്രെൻഡിങ് എന്നാണ് പറയാ. ഈ ഒരു സമയത്ത് എന്താണ്, ഇതിന് നല്ല ഇരുട്ട് വേണം. ഇരുട്ട് ഉണ്ടെങ്കിലാണ്, അതായത് സൂര്യപ്രകാശം നേരിട്ട് അടിക്കരുത്. അപ്പൊ ഭയങ്കര ഇരുട്ടാവണമെന്നില്ല, ഈ സൂര്യപ്രകാശം അടിക്കുന്നതോടുകൂടി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വളർച്ച ഒന്ന് ഇതാവും. വീണ്ടും ശരിക്കും 15 ദിവസം കൊണ്ടാവണ കംപ്ലീറ്റ് ആവണ വളർച്ച ചിലപ്പോൾ 40 ദിവസം എടുക്കും. വളരെ ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിക്കോളും, സൂര്യപ്രകാശം തട്ടുന്നതിനനുസരിച്ച് ഡിസ്റ്റർബ്ഡ് ആയിക്കോളും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അത് ഇരുട്ടുമുറിയിൽ വെക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ബെഡ് ഇരുട്ടുമുറി വെച്ചപ്പോഴേക്കും 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഫുള്ള് വളർച്ച ആയിരുന്നു. ശരിക്കും പറയാം 15 ദിവസം, 14-15 ദിവസം നമ്മൾ ഈ ബെഡ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ദിവസമൊക്കെ എടുക്കും കംപ്ലീറ്റ് അത് തന്തുക്കൾ പടരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പടരണമെങ്കിൽ എന്താണ്, കംപ്ലീറ്റ് അതിന്റെ തന്തുക്കൾ പടരണമെങ്കിൽ 15 ദിവസം എടുക്കും. ഇരുട്ട് വേണം, ഇരുട്ട് റൂമിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇരുട്ട് റൂമിൽ വെക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു റൂമിൽ കൊണ്ടുപോയി വെക്കരുത്. വായുസഞ്ചാരം വേണം, നല്ല വായുസഞ്ചാരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വളരുള്ളൂ. അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള വല്ല കാർഡ്ബോർഡ് പെട്ടിന്റെ ഉള്ളിലോ ഒന്നും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും വളരെയില്ല, അത് കെട്ടുപോകും. പിന്നെ തീരെ വായുസഞ്ചാരം ഇല്ലാത്ത ജനലും വാതിലും ഒക്കെ അടച്ചിട്ട റൂമിൽ നമ്മൾ കൊണ്ടുപോയി വെക്കരുത്. നല്ല വായുസഞ്ചാരം ഉണ്ടെങ്കിൽ മാത്രമാണ് തന്തുക്കൾ പടരുള്ള. ആ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോ സാധാരണ നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്നതും സാധാരണ നോർമലി വീട്ടിൽ കുറച്ച് ചെയ്യുന്നവരൊക്കെ എന്താണ്, ഇതുപോലെ ടേബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടേബിളിന്റെ താഴെ നമ്മൾ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇരിക്കുക. എന്നിട്ട് ഈ ബെഡ് നമ്മൾ സെറ്റാക്കി ബെഡ് അവിടെ താഴെ ഹോൾ ഇടണം. താഴെ ഹോൾ ഇട്ടത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഇത് സൂര്യപ്രകാശം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കൂടെ ഒരു ബെഡ്ഷീറ്റ് ഇട്ട് കൊടുത്താൽ മതി. ബെഡ്ഷീറ്റ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഒന്നും ഇടരുത്, കാരണം വായുസഞ്ചാരം കിട്ടത്തില്ല. എന്നിട്ട് ചൂട് കൂടുതലുള്ള സമയമാണെങ്കിൽ ബെഡ്ഷീറ്റ് മുകളിൽ കൂടെ വെള്ളം അടിച്ചു കൊടുത്താൽ മതി. നേരിട്ട് ബെഡിൽ വെള്ളം അടിക്കരുത്. ആദ്യത്തെ 15 ദിവസം നേരിട്ട് ബെഡിൽ വെള്ളം അടിക്കണ്ട. ഈ ചൂട് മുകളിൽ കൂടെ ഇടുന്ന ബെഡ്ഷീറ്റിന് മുകളിൽ കൂടെ ഒക്കെ ചൂട്, നിങ്ങൾ ഹൈഗ്രോമീറ്റർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു സഫോക്കേഷൻ ഉണ്ട്, ചൂട് ഇപ്പൊ നമുക്കറിയാം അത്യാവശ്യം ചൂടുള്ള സമയം എന്നൊക്കെ മനസ്സിലാവില്ല. അപ്പൊ ഒന്ന് ആ ബെഡ്ഷീറ്റിന് മുകളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അത് സ്പ്രെഡ് ആയിക്കോളും. 14 ദിവസം 15 ദിവസം നമ്മൾ വെള്ളം നേരിട്ട് ബെഡിൽ അടിക്കേണ്ട. പിന്നെ അതിന് ശേഷം നമുക്ക് വെള്ളമെടുപ്പ് മുറിയിലോട്ട് മാറ്റാം. അതായത് ഇതാണ് അതിന്റെ ആദ്യത്തെ ഇരുട്ടുമുറിയിൽ വേണ്ട ഒരു ചൂടൊക്കെ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോ. 25 ഡിഗ്രി ഒക്കെയാണ് ചൂട് വേണ്ടത്. അന്തരീക്ഷ ഈർപ്പം വേണ്ടത് ഏകദേശം 80. ഇത് മിനിമം 80 ആണ്. 85, 90 ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നല്ല ഇരുട്ട് വേണം, വായുസഞ്ചാരം വേണം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം.
വായുസഞ്ചാരം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, ചുരുണ്ട് കൂടി കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ചില ആളുകളുണ്ടല്ലോ ഈ ഇങ്ങനെ താഴെ വെക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇതേപോലെ ഷെൽഫ് ആക്കുന്നവരുണ്ട് കേട്ടോ. ഷെൽഫിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്താണ് അത് തമ്മിലുള്ള അകലം ഇതുപോലെ ഒരു 0.4 സെന്റിമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിന് മുമ്പൂടെ എന്താ പറയാ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഇടരുത്. സാധാരണ ബെഡ്ഷീറ്റും അല്ലാണ്ട് തന്നെ ഈ അത്യാവശ്യം മസ്ലിൻ ക്ലോത്ത് പോലത്തെ കുറച്ച് എന്താ പറയാ അങ്ങനത്തെ കിട്ടും. അപ്പൊ അതൊക്കെ ചെയ്താൽ മതി. വായുസഞ്ചാരം കിട്ടുന്ന രീതിയിൽ കവർ ചെയ്യാന്ന് മാത്രം കേട്ടോ. അങ്ങനെ ചെയ്യാം. 14 ദിവസം നമ്മൾ ഇരുട്ടുമുറി വെക്കണു. അതിനുശേഷം നമുക്ക് അത്യാവശ്യം ഫുള്ള് പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർക്കപ്പൊടിയിലാണെങ്കിൽ നമുക്ക് ഒരു 15 അല്ല അതിൽ കൂടുതൽ എടുക്കാറുണ്ട്. ചിലപ്പോൾ 17-18 ദിവസം എടുക്കാറുണ്ട് കേട്ടോ. ചൂട് കൂടുതലാണെങ്കിൽ സമയം എടുക്കും. അത് നോക്കി മനസ്സിലാവും. നമുക്ക് ഒരു തവണ ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവും. പിന്നെ നമ്മൾ എന്താണ് അത് എന്താണ് കുറച്ച് ഇതിൽ പറയുന്ന പോലെ കവർ ഫുള്ള് നീക്കം ചെയ്യരുത്. ഞാൻ മാറ്റാൻ വിട്ടുവരാം. പഴയ സ്ലൈഡാണ്. നിങ്ങൾ എന്താണ് ഹോൾട്ടിട്ടല്ലേ വെക്കുക. അപ്പോൾ ഒരു 15 ദിവസം കഴിയുമ്പോൾ തന്നെ ആ ബെഡിൽ കാണും ഇങ്ങനെ ചെറിയ മൊട്ടുകൾ വന്നു തുടങ്ങും. 15 ദിവസം കഴിയുമ്പോൾ മൊട്ട് വന്നു തുടങ്ങും. മൊട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മൊട്ടിന്റെ താഴ്ഭാഗത്ത് നിന്ന് കുറച്ച് ചെറിയ കീറലിട്ട് കൊടുക്കുക. ബ്ലേഡ് വെച്ചിട്ട് കേട്ടോ. ആ ബ്ലേഡ് നല്ല രീതിയിൽ നമ്മൾ ഡെറ്റോൾ വെച്ചിട്ട്, ഡെറ്റോൾ ഡൈല്യൂട്ട് ചെയ്യാത്ത ഡെറ്റോൾ വെച്ചിട്ട് തുടയ്ക്കണം. ഒരു കോട്ടൺ വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യാത്ത ഡെറ്റോൾ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അതിന് ടിപ്പ് എല്ലാം തുടയ്ക്കുക. അതിന് ശേഷം ഈ കുഞ്ഞു മൊട്ട് വരുന്നതിന്റെ താഴെ വെച്ചിട്ട് കീറൽ കൊടുക്കുക. കുറച്ചും കൂടെ കീറൽ കൊടുക്കുക. വലിയ കീറൽ കൊടുക്കരുത്. അപ്പൊ എന്താണ് പെട്ടെന്ന് നമ്മുടെ ബെഡ് ഡ്രൈ ആയി പോകും. അപ്പൊ ചില ആൾക്കാർ മൊത്തം ഈ കവർ എടുത്ത് കളയുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. ആദ്യത്തെ 2 ദിവസം നല്ല വിളവ് കിട്ടും, പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ കീറൽ കൊടുക്കുക. പിന്നെ പെട്ടെന്ന് അസുഖം വരാനൊക്കെ സാധ്യതയുണ്ട് ഈ വലിയ കീറലാണെങ്കിൽ. അങ്ങനെ ചെയ്യാം. ഇതുപോലെ ഉറിയിൽ ഇങ്ങനെ തൂക്കിയിട്ടാണ് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർ ഷെൽഫിൽ വെക്കുന്നവരുണ്ട്. പക്ഷെ ഉറി തൂക്കിയിടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇതുപോലെ മൊട്ട് പോലെ വരും. ഈ മൊട്ട് പോലെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് താഴെ കീറിലെടുക്കുക. മൊട്ട് വന്നിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയും. ചിലതാണെങ്കിൽ നല്ല ഈ ഒരു കാലാവസ്ഥയ്ക്ക് 3 ദിവസം കഴിയുമ്പോഴേക്കും പറിക്കാം. 4ാമത്തെ ദിവസം കഴിയുമ്പോഴേക്കും അതിങ്ങനെ അതൊരു സ്ട്രോങ് അല്ലാത്ത രീതിയിൽ വരും. ഈ ഒരു സ്റ്റേജിലേക്ക് ഉള്ളപ്പോഴാണ് പറിക്കാൻ കുറച്ചുകൂടെ നല്ലത്. അതിന് ടിപ്പൊന്നും കട്ടാവാത്ത രീതിയിൽ ഇതൊക്കെ നല്ല ഈ സ്റ്റേജിൽ പറിക്കുകയാണെങ്കിൽ നല്ലതാണ് മാർക്കറ്റ് ചെയ്യാനൊക്കെ. അപ്പോ ഇത് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ. അത് വിട്ടുപോയി. 14 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമെടുപ്പ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ മഴക്കാല സമയത്തൊക്കെ ആണെങ്കിൽ ഒരു നേരം നനവൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഇപ്പൊ ഇന്നത്തെ കാലാവസ്ഥ ആണെങ്കിൽ ചിലപ്പോൾ രാവിലെയും വൈകുന്നേരം ഒന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ സമ്മർ നല്ല വേനൽക്കാലത്താക്കി ചെയ്യുന്നവരാണെങ്കിൽ 3 നേരം 4 നേരമൊക്കെ നമ്മൾ നനവ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പൊ ഈ ഭാഗത്തെ അവസ്ഥയല്ല ആലക്കോട് ഭാഗത്തല്ല. ആലക്കോട് ഭാഗത്തുള്ളവർക്ക് വേനൽക്കാലത്തൊന്നും അത്ര ഒരു അവര് ആ ഭാഗത്തുള്ളവർക്ക് ചെയ്യാം. വേനൽ സമയത്തൊക്കെ ചെയ്യാറുണ്ട്. ബാക്കി ഇവിടെ ഉള്ളവരൊക്കെ മാർച്ച് ഏപ്രിലൊക്കെ ചെയ്യൽ കുറവാണ്. നിങ്ങളുടെ അവിടുത്തെ സിറ്റുവേഷനും കൂടെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക്